ഒരൊന്നൊന്നര കല്യാണം. രചന ശരത്. ഈ സമയത്ത് ഞാനെന്താ ഇവിടെ നിന്ന് ആലോചിക്കായിരിക്കുമല്ലേ നിങ്ങൾ? ഞാനേ ഒരു കഥ പറയാൻ വന്നാ. വേറൊരു കഥയല്ല കേട്ടോ, ഒന്നേമുക്കാൽ കല്യാണ കഥ. ഈ കഥ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. നിങ്ങൾ തന്നെ കാണുന്ന അതിൻ്റെ ഭംഗി. അപ്പം ഞാൻ തുടങ്ങുക കേട്ടോ. വാഗമരങ്ങൾ ഇടതോർന്ന് വളരുന്ന പാതയോരം വഴിയിലൂടെ നീള രക്തവർണ്ണം വിതറി ഗുൽമോഹർ പൂക്കൾ പൊഴിഞ്ഞു കിടക്കുന്നു. ആ പാതയ്ക്ക് കൂടുതൽ ഭംഗിയേറ്റാനെന്നോണം അതിനരികിലായി ഒരു കുഞ്ഞു വീട്. ആ വീടിന് മുന്നിലായി കുറച്ച് പ്രായം ചെന്ന രണ്ടുപേർ നിൽക്കുന്നുണ്ട്. ആരെയെ കാത്തു നിൽക്കുകയാണെന്ന് മുഖഭാവത്തിൽ നിന്ന് വ്യക്തം. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം സുന്ദരനായ ഒരു യുവാവ് ആ വീട്ടിൽ നിന്നും വെളിയിലേക്ക് വന്നു. വിവേക്, അതായിരുന്നു അവൻ്റെ പേര്. പുറത്തു നിൽക്കുന്നവരെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. എന്നാൽ അമ്മയെന്ന് വിളിച്ചു വന്ന് അവനെ അവർ കൈകൊണ്ട് തടഞ്ഞു. ആ അമ്മയുടെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ അവൻ്റെ സന്തോഷത്തെയും പുഞ്ചിരിയെയും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പോകുന്നവയായിരുന്നു. അവരുടെ മകളെ മറക്കണം, അതായിരുന്നു അമ്മയുടെ ആവശ്യം. മകളെ ഒരു അനാഥനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ലത്രേ. സ്വന്തമല്ലെങ്കിലും സ്വന്തമായി കണ്ട അമ്മയുടെ കണ്ണുനീരിനും ആത്മഹത്യാ ഭീഷണിക്കും മുമ്പിൽ നിസ്സഹായനായിട്ട് നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. ഒന്നും മിണ്ടാ നിൽക്കുന്ന അച്ഛൻ്റെ മുഖത്തേക്ക് കൂടി നോക്കിയപ്പോൾ എന്താണ് പറയേണ്ടതെന്നറിയാതെ അവൻ നിസ്സഹായനായി. 6 വർഷത്തെ പ്രണയം, തൻ്റെ ജീവനായ സ്നേഹ അവളെയാണ് ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. ആ അച്ഛനെ എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ? ഞങ്ങളുടെ പ്രണയത്തിൽ കൂടെയുണ്ടായിരുന്ന അച്ഛൻ എന്താണൊന്നും മിണ്ടാത്തത്? അവൻ അത്ഭുതം തോന്നി. അവൾ വിളിച്ചിട്ട് ഇന്ന് 2 ദിവസമായിരിക്കുന്നു. അവൾ എന്നെ മറന്നു. അവൾക്കതിന് സാധിക്കുമോ? അവൻ്റെ മനസ്സ് വല്ലാതെ നേറി. അനാഥത്വത്തിനിടയിൽ ഒരു അച്ഛൻ്റെ സ്നേഹം തന്ന ആ മനുഷ്യനെ എങ്ങനെയാണ് താൻ വിഷമിപ്പിക്കുക? കല്യാണക്കുറി എനിക്ക് നേരെ നീട്ടി പുറത്തേക്ക് നടക്കുമ്പോൾ വരണം എന്നൊരു വാക്ക് മാത്രമേ അച്ഛൻ എന്നോട് പറഞ്ഞുള്ളൂ. അത് പറയുമ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവർ നൽകിയിട്ട് പോയ കല്യാണക്കുറി അവൻ പൊട്ടിച്ചു നോക്കി. വരന്റെ സ്ഥാനത്ത് ഡോക്ടർ അരുൺ പ്രസാദ് എന്ന പേര് കണ്ടപ്പോൾ ഏകദേശം കാര്യങ്ങളുടെ കിടപ്പവനും മനസ്സിലായി. അവൾ തൻ്റെ സ്നേഹ, അവളിൽ നിന്ന് മുമ്പ് പലവട്ടം പറഞ്ഞു കേട്ടിട്ടുള്ള പേര്, അവളുടെ അമ്മയുടെ ഉറ്റ സുഹൃത്തിൻ്റെ മകൻ. അപ്പം അതാണ് കാര്യം. അവളുടെ സമ്മതത്തോടെ അല്ല ഈ വിവാഹം. പക്ഷെ അച്ഛൻ എന്തിനാണ് ഇതിന് കൂട്ടു നിൽക്കുന്നത്? അറിയില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. കല്യാണക്കുറിയും കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലൂടെ ചിന്തകൾ പലതും മലയടിച്ചു പോയി. തൻ്റെ പ്രാണനായിരുന്നവൾ മറ്റൊരാളുടെ സ്വന്തമാവുന്ന കൺകുളിർക്കെ കണ്ട് ആർക്കും വേണ്ടാത്ത ഈ ജീവിതം എനിക്ക് അവസാനിപ്പിക്കണം. തൻ്റെ കൈകൊണ്ട് ചാർത്തപ്പെടാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ച സിന്ദൂരം അവളുടെ നെറുകിൽ വർണ്ണം തീർക്കുന്നത് മതിവരുവോളം കാണണം. ഈ ലോകത്തിലെ തൻ്റെ അവസാന കാഴ്ച സുമംഗലിയായ സ്നേഹയുടെ മുഖമായിരിക്കണം. മനസ്സിൻ്റെ നീറ്റിൽ പിടിച്ചിർത്താൻ കഴിയാതെ വന്നപ്പോൾ ആ കല്യാണക്കുറി നെഞ്ചോടടക്കി ഒരു ഭ്രാന്തനെ പോലെ അവൻ അലറിക്കരഞ്ഞു. ആ കണ്ണീരിനോടൊപ്പം ഒഴുകിയിറങ്ങിയത് അവൻ്റെ ഹൃദയം കീറി മുറിച്ച ചോരപ്പാടുകൾ കൂടിയായിരുന്നു. ഇന്ന് സെപ്റ്റംബർ 13. ഇന്നാണ് അവളുടെ കല്യാണം. അതിരാവിലെ തന്നെ അവൻ കുളിച്ചൊരുങ്ങി. അന്ന് അവൻ പതിവിലും സുന്ദരനായിരുന്നു. കല്യാണം നടക്കുന്ന ഹാളിലേക്ക് പോകുമ്പോൾ അവന് ഹൃദയം വല്ലാതെ പിടക്കുന്നുണ്ടായിരുന്നു. പോക്കറ്റിൽ കരുതിയ വിഷമം അവിടെ തന്നെ ഉണ്ടെന്ന് ഒരു നിമിഷം ഉറപ്പുവരുത്തി. വലിയ പടിക്കെട്ടുകൾ ചവിട്ടി കയറി അവൻ ആ ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചു. വലിയൊരു ജനക്കൂട്ടം തന്നെ എത്തിയിട്ടുണ്ട് വിവാഹം കാണാൻ. കതിർ മണ്ഡപം പുഷ്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. സ്നേഹയുടെ അമ്മ മുന്നിൽ തന്നെയുണ്ട്. അവരുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തൻ്റെ സ്നേഹ അവളെവിടെയാണ്? പെണ്ണിനെ കൊണ്ടുവന്നോളൂ. തൻ്റെ മനസ്സറിഞ്ഞെന്നോണം തന്ത്രി വിളിച്ചു പറഞ്ഞു കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. അതാ തൻ്റെ സ്നേഹ. അവളിന്ന് പതിവിലും സുന്ദരിയായിരിക്കുന്നെന്ന് അവന് തോന്നി. ആരൊക്കെയോ ചേർന്ന് അവളെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നിരുത്തി. അവളുടെ മുഖത്ത് സന്തോഷമില്ല. അല്ല, തോന്നിയതായിരിക്കും. സ്വയം മനസ്സിനെ പറ്റിക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. ചെക്കനെ വിളിച്ചോളൂ കേട്ടോ. വീണ്ടും തന്ത്രിയുടെ ശബ്ദം മുഴങ്ങിയപ്പോൾ ആരോ ചെക്കൻ്റെ മുറിയിലേക്ക് നടന്നു. പോയ വേഗത്തിൽ തന്നെ തിരികെ ഓടിയെത്തിയ അയാളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. ചെക്കനെ റൂമിൽ കാണാനില്ല. ശരിക്കും നോക്കിയോ? ആരൊക്കെയോ വിളിച്ചു ചോദിച്ചു. നോക്കി, അവിടെയെങ്കിലും ഇല്ല, അയാൾ പതർച്ചയോടെ പറഞ്ഞു. ആൾക്കൂട്ടത്തിനിടയിൽ നിമിഷ നേരം കൊണ്ട് പല കഥകളും പരന്നു. അതുവരെ പുഞ്ചിരിച്ചു നിന്നിരുന്ന അമ്മയുടെ മുഖം അപമാനത്താൽ കുനിഞ്ഞു. പക്ഷെ അവളുടെ മുഖത്ത് സന്തോഷമാണല്ലോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അമ്മയുടെ കണ്ണുകൾ എനിക്ക് നേരെ നീളുന്നു. നഷ്ടപ്പെട്ട തെളിച്ചം വീണ്ടും വന്ന പോലെ ആ അമ്മ എനിക്ക് നേരെ നടന്നെടുക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മോന് മാത്രമേ ഞങ്ങളിപ്പോൾ ഈ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. കഴിഞ്ഞൊന്നും മോൻ മനസ്സിൽ വെക്കരുത്. അവൾ മോനുള്ളതാ. ഞാനാ തെറ്റുകാരി. എൻ്റെ ഭീഷണിക്ക് മുമ്പിൽ അവൾ തലവനിക്കുകയായിരുന്നു. അവളുടെ മനസ്സിൽ ഇപ്പോഴും മോൻ മാത്രം. ഈ അമ്മയോട് ക്ഷമിക്കണം. അവളുടെ കഴുത്തിൽ മോൻ താലി കെട്ടണം. ഒറ്റ ശ്വാസത്തിൽ അത്രയും പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴി. അവൻ്റെ കാൽ കീഴിലേക്ക് വീഴാൻ പോയ അമ്മയെ അവൻ പിടിച്ചുയർത്തി. അവൾക്കരികിൽ കല്യാണ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുമ്പോൾ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞിരുന്നു. ഈശ്വരൻ എത്ര വലിയവനാണ്. എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയേറുമ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. നെറുകയിൽ ഒരു നുള്ളി സിന്ദൂരവും ചാർത്തി എൻ്റെ സ്വന്തമാക്കി അവളെ ചേർത്ത് നിർത്തിയപ്പോഴാണ് വീണ്ടും അത് സംഭവിച്ചത്. വെളിയിൽ നിന്ന് ഓടി വന്നൊരാൾ വിളിച്ചു പറഞ്ഞു. ചെക്കനെങ്ങും പോയിട്ടില്ല, പുറത്ത് ടോയ്ലറ്റ് ഉണ്ട്. കൂടി നാൾ കൂട്ടത്തിൽ അത് കേട്ട് പൊട്ടിച്ചിരി മുഴങ്ങി.
അപ്പോഴേക്കും എല്ലാ ദൈവങ്ങളെയും സാക്ഷിയാക്കി എൻ്റെ പെണ്ണിൻ്റെ സ്വന്തമായി കഴിഞ്ഞിരുന്നു. അതായിരിക്കും ദൈവവിധി. സ്നേഹിച്ച മനസ്സുകളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ദൈവം പ്രവർത്തിച്ചതായിരിക്കണം, ഞാൻ മനസ്സിലോർത്തു. പക്ഷെ ആ ധാരണയെ തെറ്റിക്കാനെന്നോണം ദൈവം തന്നെ ആ കാഴ്ച എനിക്ക് കാണിച്ചു തന്നു. പോക്കറ്റിൽ കരുതിയിരുന്ന വിമ്മിൻ്റെ പാക്കറ്റ്, മറ്റാരും കാണാതെ ജനലിലൂടെ പുറത്തേക്കെറിയുന്ന സ്നേഹയുടെ അച്ഛൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം.